നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ UDF. കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുധാകരൻ പിന്തുണ സ്വീകരിച്ചത്. H. സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് LDF സ്ഥാനാർത്ഥി S. ജയമോഹൻ. മണ്ഡലത്തിൽ റോഡ് ഷോ KSRTC ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച് പനയത്ത് റോഡ് ഷോ സമാപിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി 5 ഡയാലിസിസ് മെഷീനുകൾ. MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് മെഷീനുകൾ സ്ഥാപിച്ചത്. വിനിയോഗിച്ചത് 37 ലക്ഷം രൂപ. വിശദമായ വാർത്തകളിലേക്ക്. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരനെ പിന്തുണയ്ക്കാൻ UDF തീരുമാനം. ആരുടെയും പിന്തുണ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ സുധാകരൻ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പിന്തുണ സ്വീകരിച്ചത്. H. സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. മുൻ മന്ത്രിയും അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ജി സുധാകരന് കൈകൊടുക്കാൻ തീരുമാനിച്ച് UDF. ജി സുധാകരന് പൂർണ്ണ പിന്തുണയാണ് UDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല, പകരം സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സുധാകരൻ CPM വിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നെങ്കിലും അമ്പലപ്പുഴയിലെ പിന്തുണ UDF അന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ അമ്പലപ്പുഴയിൽ UDFന് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഈ പ്രഖ്യാപനങ്ങൾക്കെല്ലാം ഒടുവിലാണ് UDF ജി സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെങ്കിലും ഒരു വിഭാഗം നേതാക്കൾക്ക് ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ വ്യക്തമായ എതിർപ്പുമുണ്ട്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPMലെ H. സലാമാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വർക്ക്ഷോപ്പ് ഉടമയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തടി സ്വദേശി ബിനു ദാസാണ് മരിച്ചത്. അഞ്ചൽ ആലഞ്ചേരിയിലെ വർക്ക്ഷോപ്പിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ആലഞ്ചേരിയിലെ ക്ലാസിക് ഓട്ടോമൊബൈൽസിലാണ് ബിനുദാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി വർക്ക്ഷോപ്പിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. ബിനുവിന്റെ ഭാര്യ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു വർക്ക്ഷോപ്പിൽ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വരുവാന്നും പറഞ്ഞ് കസ്റ്റമർ വിളിക്കുന്നതെന്നും പറഞ്ഞാണ് വന്നത്. അന്ന് പിന്നെ എന്താ നടന്നതെന്ന് അറിയത്തില്ല. പിന്നെ അളിയൻ വിളിച്ച് 2 മണിയായപ്പോൾ വിളിച്ച് പറയുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ കൂടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം തൂങ്ങിക്കുന്നതായിട്ടാണ് കാണുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹാപ്പിയായിട്ടിരുന്നതാണ്. പിന്നെ എന്താണെന്ന് അറിയില്ല. അസുഖങ്ങളോ അസുഖങ്ങൾ ചെറിയ പനിയുണ്ടായിരുന്നു. 2-3 ദിവസം കൊണ്ടുപോയി. എന്നാലും എക്സ്റേ ഒക്കെ എടുത്ത് കുഴപ്പമില്ല. നല്ല കഫമൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് പുള്ളിയുടെ ഫോണിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഒന്നീ ഫോണിൽ അയച്ചു തരാം, അല്ലെങ്കിൽ ചെല്ലാൻ പറ, രാവിലെ ചെല്ലാൻ പറ, റിസൾട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏരൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി S. ജയമോഹൻ റോഡ് ഷോ നടത്തി. KSRTCക്ക് സമീപം ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച് റോഡ് ഷോ പനയത്ത് സമാപിച്ചു. LDF നേതാക്കൾ നേതൃത്വം നൽകി. പാതയോരമാകെ ചുവപ്പിച്ചാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി S. ജയമോഹൻ റോഡ് ഷോ നടത്തിയത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷം തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ലിങ്ക് റോഡിൽ നിന്നാണ് ആരംഭിച്ചത്. ചിന്നക്കട ബീച്ച്, പള്ളിത്തോട്ടം, മുതാക്കര, വാടി, തേവള്ളി, കടവൂർ, അഞ്ചാലുമൂട് വഴി പനയത്ത് സമാപിച്ചു. മുതാക്കരയിൽ ലഡു വിതരണവും സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. മുന്നണി നേതാക്കളായ K. വരദരാജൻ, ചിന്താ ജെറോം, VK. അനിരുദ്ധൻ, R. രാജീവ്, AM. ഇക്ബാൽ, H. ബേസിലാൽ, ഡോക്ടർ K. രാജശേഖരൻ, SR. രാഹുൽ, U. പവിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അഞ്ചാലമൂട് പനയം എല്ലാം പോകേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട്
പിന്നീടൊരവസരത്തിൽ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലഡു നൽകി സ്വീകരിച്ച് നന്ദി പ്രകാശിപ്പിച്ചത് കണ്ടപ്പോൾ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തകർക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ നന്ദി അവർ പ്രകാശിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ദേശീയ പുരസ്കാരം ലഭിച്ചു കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി. അങ്ങനെ 3 തവണയും 10 തവണ 1ാം സ്ഥാനത്തേക്ക് കൊല്ലം ജില്ലയെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോഴും സഹായിച്ച ജില്ലയിലെ സാധാരണ മനുഷ്യരോടാണ് കടപ്പാട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ആ അവാർഡ് തുകയിൽ കിട്ടിയ 85 ലക്ഷം രൂപ ജില്ലാ ഹോസ്പിറ്റലിലും വിക്ടോറിയ ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലിലും ഹോമിയോ ഹോസ്പിറ്റലിലും എത്തുന്ന പാവപ്പെട്ടവർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി മാറ്റിവെച്ച് നൽകിയ കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നും പാവപ്പെട്ടവരോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 5 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 37 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മെഷീനുകൾ സ്ഥാപിച്ചത്. CR മഹേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ വിനിയോഗിച്ച കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 5 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു. നിലവിൽ 6 ഡയാലിസിസ് മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. 5 മെഷീനുകൾ കൂടി സ്ഥാപിച്ചതോടെ പുതുതായി 15ഓളം രോഗികൾക്ക് അധികമായി ഡയാലിസിസ് നൽകാൻ കഴിയും. ഏകദേശം 400ലധികം രോഗികളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ച് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു. യന്ത്രങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും MLA നിർവഹിച്ചു. ആ ശമ്പളത്തിനകത്ത് നിങ്ങൾ 3 ഉറപ്പും കഴിഞ്ഞ് ഈ വരുന്നവരെല്ലാം ചെയ്തോളിൽ ജോലി ചെയ്യുന്നു. അധിക ഡോക്ടർമാരെയും അധിക സൗകര്യങ്ങളും ഒക്കെ ഒഴിപ്പിക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് തന്നെ പരിശ്രമിക്കാം. നമ്മുടെ കുടിവെള്ളത്തിൻ്റെ വിഷയം അവിടെ ഒരു കുഴൽക്കിണർ ഉദ്ഘാടനം ചെയ്തു. മുത്തരത്തിലുള്ള വെള്ളത്തിന് പണി ആരംഭിച്ചു. മുടങ്ങിക്കിടന്ന ഡയാലിസിസ് മെഷീൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മണമ്പത്ത് യപൂർണയും നഗരസഭ ചെയർമാൻ ശ്രീ സോമരാജ് വളരെ പെട്ടെന്നാണ് പിന്നെ നമ്മുടെ ഓഫീസറിൽ ശ്രീ സജീവ് മാത്രം നിരന്തരം ഇടപെട്ടിട്ടാണ്. അപ്പോൾ സൂപ്രണ്ടോട് പറഞ്ഞ എന്തായാലും സാറ് ഒപ്പിച്ചെടുത്തല്ലോ, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നഗരസഭാ ചെയർമാൻ പി സോമരാജൻ അധ്യക്ഷത വഹിച്ചു. ഈ ഉപകരണം ഡയാലിസിസിന് വീർപ്പുമുട്ടുന്ന ഡയാലിസിസിന് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഡയാലിസിസ് ഉപകരണങ്ങൾ കുവീനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രവർത്തനക്രമമാക്കിയാൽ ഇന്ന് നമ്മുടെ എത്തിച്ചേരിക്കുന്ന ജനകീയ വളരെ കഥകളെ ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായി. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, മുനമ്പത്ത് ഗഫൂർ, ബി മോഹൻദാസ്, സാലിഹ് ഹംബുവിള, ജോയി വർഗീസ്, രഞ്ജിത്ത, സിംലാൽ, നിസാർ, ഗിരീഷ് കുമാർ, ഡോക്ടർ അൽഫോൺസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണമെന്ന് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് രൂക്ഷമായ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം ഉടൻ ഇടപെടണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അഭിരാജ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. അതുപോലെ ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനാൽ അധിക നേരം നിങ്ങളോടൊപ്പം സമയം പങ്കിടുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ യൂണിയൻ അതിശക്തമായി തന്നെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. പലപ്പോഴും നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ഒന്നിലധികം ഈ 5 വർഷത്തിനിടയിൽ ഒന്നിലധികം തവണ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ KSSPയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരങ്ങൾ ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയുണ്ടായിട്ടുണ്ട്. അവകാശങ്ങൾ DA കുടിശ്ശികകൾ ഒക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെയൊക്കെ ആകത്തുകയായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കുടിശ്ശികകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. സർക്കാരിനുണ്ടായ ഞെരുക്കത്തെക്കുറിച്ച് ചെറിയ സൂചനകൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയുകയുണ്ടായി.
നമുക്ക് കിട്ടേണ്ട ഗ്രാൻറ്റുകളെല്ലാം നമുക്ക് ഗ്രാൻറ്റുകൾ നമുക്ക് ലഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ അങ്ങനെ വെറുതെ തരുന്നതല്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ട് കൊടുക്കുന്ന പെട്രോൾ വഴി നമുക്കറിയാം. ഇന്നിപ്പോൾ ഗ്യാസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. പെട്രോളും ഡീസലും ഒക്കെ നമുക്കിങ്ങനെ തരുമ്പോഴും യഥാർത്ഥത്തിൽ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ചിലവോ അല്ലെങ്കിൽ ചെറിയ ലാഭമോ ഒന്നുമല്ല വരുന്നത്. ജില്ലാ പ്രസിഡന്റ് പി ചന്ദ്രശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ സൂസമ്മ ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിച്ചു. രാജശേഖരൻ ഉണ്ണിത്താൻ അനുശോചന പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ രാജൻ സ്വാഗതവും പറഞ്ഞു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ചെല്ലപ്പനാചാരി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ കെ സമ്പത്കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. വി ഗിരിജാദേവി, എം ഫാസി, ജി സദാനന്ദൻ, കെ കെ ശിവശങ്കരപിള്ള, ജി രാഘവൻ, കെ ബി പ്രസന്ന, ചന്ദ്രബാബു, വി കൊച്ചുകോശി, ജി ബാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. ഭാരവാഹികളായി പി ചന്ദ്രശേഖരപിള്ളയെ പ്രസിഡന്റായും, ജി ചെല്ലപ്പനാചാരി, കെ കെ ശിവശങ്കരപിള്ള, ജി രാഘവൻ, മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ, കെ സൂസമ്മ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും കെ രാജേന്ദ്രനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. കെ രാജൻ, എൻ രാജശേഖരൻ ഉണ്ണിത്താൻ, എസ് പ്രേംകുമാർ, എം ആരിഫ ബീബി എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. ഖജാൻജിയായി വി സലീം ബാബുവിനെ തെരഞ്ഞെടുത്തു. 52 അംഗ ജില്ലാ കമ്മിറ്റിയെയും 50 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കേരളപുരത്ത് പട്ടാപ്പകൽ വൻ കവർച്ച. വീട്ടിൽ നിന്നും 12 പവൻ കവർന്നു. വീട്ടിലെ മീറ്റർ നന്നാക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. കേരളപുരത്താണ് പട്ടപ്പകൽ വീട്ടിൽ മോഷണം നടന്നത്. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. കേരളപുരം VS നിവാസിൽ വിജിത്തിന്റെ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വിജിത്തിന്റെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെ മീറ്റർ നന്നാക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. വിജിത്തിന്റെ അമ്മ അകത്തേക്ക് പോയ തക്കം നോക്കി അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. തിരികെ എത്തി നോക്കിയപ്പോഴേക്കും വീട്ടിൽ വന്നയാളെ കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നി അലമാര പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണം നഷ്ടമായ വിവരം അറിഞ്ഞത്. തുടർന്ന് കുണ്ടറ പോലീസിനെ വിവരം അറിയിച്ചു. മോഷ്ടാവ് സമീപത്തെ വീട്ടിലെത്തി വിജിത്തിന്റെ വീട് അന്വേഷിച്ച ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. മോഷ്ടാവ് വീട്ടിലെത്തുന്നതിന്റെയും തിരികെ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളി നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മരുതൂർ കുളങ്ങര 4-ാം ഡിവിഷനിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നു. കുഴൽക്കിണർ നിർമ്മാണത്തിന് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയ അബ്ദുൾ റഹ്മാൻ ഷാഹിദ ദമ്പതികളെ ആദരിച്ചു. കരുനാഗപ്പള്ളി നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് മരുതൂർ കുളങ്ങര 4-ാം ഡിവിഷനിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പി സോമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നലെ അതിന്റെ കുഴൽക്കിണർ കുഴിക്കുന്നതിനുള്ള നടപടി ഇന്നലെ മുതൽ ആരംഭിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പ്രവർത്തനം സുഗമമായി തീരും. 1 മാസത്തിനുള്ളിൽ തന്നെ ആലിങ്കടവ് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലെ ആളുകൾക്ക് ശുദ്ധജലം ആ കുഴൽക്കിണറിലൂടെ കൊടുക്കുവാൻ കഴിയും. 3-ാമത്തെ കുഴൽക്കിണർ മൂത്തേത്ത് കടവിലാണ്. മൂത്തേത്ത് കടവിൽ ഇപ്പോൾ കുഴൽക്കിണർ പ്രവർത്തിക്കാനുള്ള നടപടികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂത്തേത്ത് കടവിലും കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടുണ്ട്. അത് മൂത്തേത്ത് കടവിലെ കുഴൽക്കിണറിലൂടെ രൂപീകരിച്ചു വരുമ്പോൾ കരുനാഗപ്പള്ളിയിലുള്ള നിവാസികൾക്ക് താൽക്കാലികമായി കുടിവെള്ളം മുടക്കമില്ലാതെ കൊടുക്കാനുള്ള സംവിധാനമാണ് നഗരസഭ നടത്തി വരുന്നത്. ഈ വേനൽക്കാലത്ത് അല്പം പോലും കുടിവെള്ളക്ഷാമമില്ലാത്ത തരത്തിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും മുടക്കമില്ലാതെ കുടിവെള്ളം നൽകാനുള്ള പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 4 മാസം കഴിഞ്ഞാൽ യാതൊരു ലോപവുമില്ലാതെ നമുക്ക് കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കാനുള്ള സംവിധാനം നഗരസഭ. കുഴൽക്കിണർ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ മരുതൂർ കുളങ്ങര തെക്ക് മാമ്പറ തെക്കതിൽ അബ്ദുൾ റഹ്മാൻ ഷാഹിദ ദമ്പതികളെ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഒരു കുഴൽക്കിണർ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വളരെ സന്തോഷം തന്നെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന നല്ല വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വീടുകളിൽ കിണർ കുത്തുമ്പോഴൊക്കെ നമ്മൾ
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടല്ലോ നല്ല വെള്ളം ലഭിക്കണമേ എന്നുള്ളത്. ഇത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആഗ്രഹത്തിൻ്റെ ഒരു സാഫല്യ നിമിഷമാണിത്. അതുകൊണ്ട് വളരെ വളരെ ആത്മാർത്ഥമായി എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്നാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നത്. പി രാജു, ആശ അനിൽ, ബി മോഹൻദാസ്, മുനമ്പത്ത് ഗഫൂർ, ബേബി ജസീന, ബിജു എം, പി രാജു, സലാഹുദ്ദീൻ, ബി എം നസീം, അശ്വതി ശ്യാം, ജി സുനിൽ, എസ് ഇംലാൽ, രാജേഷ്, എം നിസാർ, സുനിത സലിംകുമാർ, ബിന്ദു, മിനി, കെ പി ശ്രീവിദ്യ, സീമ സഹജൻ, ഗിരീഷ് കുമാർ, സുജി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജീവിത സമരയാത്രയുടെ കൊല്ലം ജില്ലാതല പര്യടനം സമാപിച്ചു. ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, സമഗ്ര സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവിത സമരയാത്ര സംഘടിപ്പിച്ചത്. ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതി ഉടച്ചുവാർത്ത് സമഗ്ര സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുക, വിലക്കയറ്റം തടയുക, മുൻപരിഷ്കരണത്തിലെ 3-4 ഗഡുക്കളുടെ ക്ഷാമാശ്വാസ തുക നൽകുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജീവിത സമരയാത്ര സംഘടിപ്പിച്ചത്. യാത്രയുടെ കൊല്ലം ജില്ലാതല സമാപനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും 2021 മുതൽ ലഭിക്കേണ്ട ക്ഷാമബത്തിയുടെയും ക്ഷാമാശ്വാസത്തിന്റെയും കുടിശ്ശിക തുകയാണ് റീൽസിനും പടുകൂറ്റൻ പരസ്യ ബോർഡിനും സർക്കാർ ചെലവാക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. എന്തിന് ഒരു ഇൻഷുറൻസ് പോലും മര്യാദയ്ക്കില്ല. മെഡിസെപ്പ് കൊണ്ടുവന്ന് നമ്മുടെ ജില്ലയിലടക്കം കുറെ കണ്ണാശുപത്രികളായിട്ട് ലിങ്ക് ചെയ്ത് അതോടുകൂടി നാട്ടില് പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചികിത്സിക്കാൻ മാർഗമില്ലാത്ത നിലയിലേക്ക് സർക്കാർ ജീവനക്കാരെ മാത്രമല്ല റിട്ടയർഡായ ഒരായുസ് മുഴുവൻ കേരള സർക്കാരിനെ സേവിച്ച് ജീവിത സായാഹ്നത്തിൽ നിയമപരമായി കിട്ടുന്ന ആനുകൂല്യങ്ങളിലൂടെ മുന്നോട്ട് പോകാമെന്ന് കഴിയുമ്പോൾ മരുന്നിന് പോലും മക്കളെ ആശ്രയിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ റിട്ടയർഡ് അധ്യാപകരടക്കമുള്ള സർക്കാർ ജീവനക്കാരെ മാറ്റിയ ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാർ. ഇനിയിപ്പം സർക്കാർ ജീവനക്കാരെയും തൊഴിലാളികളെയും സംരക്ഷിച്ചില്ലെങ്കിൽ ചെറുപ്പക്കാരെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ് ആകുമ്പോഴേ നെറ്റ് സെർച്ച് ചെയ്ത +2 കഴിഞ്ഞിട്ട് ഏത് രാജ്യത്തേക്ക് പോകാമെന്ന്. കുഞ്ഞുങ്ങളൊന്നും ഇവിടെ നിൽക്കത്തില്ല. കാരണം ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടില്ല, പഠിച്ചാലോ മാർക്ക് കിട്ടുമോ അതുമില്ല. നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ വലിയ പാടാ. പക്ഷെ ഈ കൊല്ലം നഗരം അടക്കം കേരളത്തിലെ നഗരങ്ങളുടെ തേരാപ്പാര നടക്കുന്ന സഖാക്കൾക്ക് മുഴുവൻ ഡോക്ടറേറ്റാ. കൊല്ലം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി പ്രേംചന്ദ് അധ്യക്ഷത വഹിച്ചു. KC വരദരാജൻ പിള്ള, M സുജയ്, കോട്ടത്തല മോഹനൻ, TV ഗോപി, വാര്യത്ത് മോഹൻകുമാർ, K രാജേന്ദ്രൻ, G ബാലചന്ദ്രൻ പിള്ള, B സതീശൻ, G യശോധരൻ പിള്ള, M അബ്ദുൽ ഖാദർ, CP അമ്മിണിക്കുട്ടിയമ്മ, S ഉല്ലാസ്, ശ്രീഹരി, P ടൈറ്റസ്, ബാബുരാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ ചാമക്കട ബീച്ച് റോഡിൽ ഹനുമാൻ കോവിലിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ വാഹനങ്ങളിലെത്തിച്ച് റോഡരികിലും ഒഴിഞ്ഞ പുരയിടങ്ങളിലും തള്ളുന്നത് ഇവിടെ പതിവാണ്. പ്ലാസ്റ്റിക്, തുണികൾ, മദ്യക്കുപ്പികൾ, പാമ്പേഴ്സ് തുടങ്ങിയവയാണ് ചെറുതും വലുതുമായ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. റോഡരികിൽ അശാസ്ത്രീയമായി തള്ളുന്ന മാലിന്യങ്ങൾ പലപ്പോഴും തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇവ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പ്രദേശവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതി സൃഷ്ടിക്കുന്നു. നീറിപ്പുകഞ്ഞു കത്തുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും വൻതോതിൽ വിഷപ്പുക അന്തരീക്ഷത്തിൽ പടരുന്നു. ഇത് ശ്വസിക്കുന്നത് മൂലം ചുമ, ശ്വാസതടസ്സം, കണ്ണെരിച്ചൽ തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. വ്യാപാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ദുർഗന്ധം കലർന്ന പുക ശ്വസിക്കാൻ നിർബന്ധിതരാകുന്നത്. കൊല്ലം ഹനുമാൻ കോവിൽ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ കാണുന്ന മാലിന്യ കൂമ്പാരം. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരികയും ചായ കുടിക്കുവാനും മറ്റാവശ്യത്തിനുമായി സഞ്ചരിക്കുന്ന ഈ സ്ഥലത്ത് വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് മുകളിലായിട്ട് അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകളിട്ട് കത്തിക്കുകയും സ്ഥലത്ത് വരുന്ന ആളുകൾക്കും ഇതിലേക്കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ദുർഗന്ധം വമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുവാനോ ഈ സ്ഥലം വൃത്തിയാക്കുവാനോ നാളിതുവരെയായിട്ട് കൊല്ലം കോർപ്പറേഷൻ അധികാരികൾ വന്നിട്ടില്ല എന്നുള്ളതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷൻ പരാതി കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ മാലിന്യ കൂമ്പാരം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട്
ഇവിടെ നിന്നും കൊല്ലത്തിന്റെ നഗരത്തിലേക്ക് കടക്കുവാൻ ഏകദേശം 100 മീറ്റർ പോലും ആവശ്യമില്ല. തൊട്ടടുത്താണ്, കൊല്ലം നഗരത്തിന്റെ തൊട്ടടുത്താണ് ഈ പ്രദേശം. മാലിന്യങ്ങൾക്കിടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾ പെരുകാനും കാരണമാകുന്നു. ഇത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നുണ്ട്. അടിയന്തരമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്ലാസ്റ്റിക് നിരോധനം ശക്തമാക്കാൻ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലും നീർച്ചാലുകളിലും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഈ വിഷയത്തിൽ നഗരസഭയും ആരോഗ്യ വിഭാഗവും അടിയന്തരമായി ഇടപെടണമെന്നും അശാസ്ത്രീയമായ മാലിന്യ നിക്ഷേപത്തിനും കത്തിക്കലിനുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 3 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. അടൂർ കടമ്പനാട് തെക്ക് നിളയിൽ വിശാഖിന്റെ മകൻ 3 വയസ്സുള്ള വിവാനാണ് കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയെങ്കിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ചിലവുണ്ട്. ചികിത്സാ സഹായത്തിനായി കടമ്പനാട് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. വിദ്യാ നായർ എന്ന പേരിലാണ് അക്കൗണ്ട് തുറന്നിട്ടുള്ളത്. പ്രധാന വാർത്തകൾ വീണ്ടും. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ UDF. കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുധാകരൻ പിന്തുണ സ്വീകരിച്ചത്. എച്ച് സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. കൊല്ലത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ച് LDF സ്ഥാനാർത്ഥി S ജയമോഹൻ. മണ്ഡലത്തിൽ റോഡ് ഷോ KSRTC ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച് പനയത്ത് റോഡ് ഷോ സമാപിച്ചു. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി 5 ഡയാലിസിസ് മെഷീനുകൾ. MLAയുടെ ആസ്തി വികസന ഫണ്ട് വിനിയോഗിച്ചാണ് മെഷീനുകൾ സ്ഥാപിച്ചത്. വിനിയോഗിച്ചത് 37 ലക്ഷം രൂപ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.